എല്ലാവർക്കും നമസ്കാരം. വിന്നേഴ്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പുതിയ നോട്ടിഫിക്കേഷനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം. ഇത് ഡിസംബർ 16 തീയതി ചെയ്യുന്ന വീഡിയോ ആണ്. ഈ സമയത്ത് ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് LSTD ഓവർസിയർ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 എന്നുള്ള തസ്തികയാണ്. ഈ സമയത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം ഡിസംബർ 16, 17 തീയതികളിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ഈ നോട്ടിഫിക്കേഷൻ കാണാൻ ചാൻസ് കുറവാണ്. ഏകദേശം ഒരു 20 തീയതി അടുപ്പിച്ച് ഇതിന്റെ ഡേറ്റാസ് നിങ്ങളുടെ പ്രൊഫൈലിൽ കാണുന്നതായിരിക്കും. അപ്പോൾ LSTD ഓവർസിയർ ഗ്രേഡ് 2 ആണ് നമ്മൾ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ആയിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്കുള്ളത്. അത് നമുക്കറിയുന്ന പോലെ തന്നെ ITI ക്വാളിഫിക്കേഷൻ ഉള്ള എക്സാം ആണ്. ഹയർ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് ഡിപ്ലോമക്കാർക്കും ബിടെക്കുകാർക്കും എംടെക് ഉള്ളവർക്കെല്ലാം ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ ഒക്കും. 22,200 രൂപയാണ് അതിന്റെ ബേസിക് പേ വരുന്നത്. അതിന്റെ വേക്കൻസി നിലവിൽ നോട്ടിഫിക്കേഷനിലുള്ള വേക്കൻസി 51 ആണ്. നമുക്കറിയാം നോട്ടിഫിക്കേഷൻ ഇടുന്ന സമയത്ത് റിപ്പോർട്ടഡ് ആയിട്ടുള്ള വേക്കൻസിയാണ് ഈ കാണിക്കുന്നത്. ഈ എക്സാം നടന്നു കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് നോട്ടിഫിക്കേഷനിലുള്ള വേക്കൻസിക്കായി അത്യാവശ്യം വേക്കൻസി കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഒരു വേക്കൻസി പ്രതീക്ഷിക്കാവുന്നതാണ്. കാറ്റഗറി നമ്പർ 324/2020 ആണ് ഈ നോട്ടിഫിക്കേഷന്റെ കാറ്റഗറി നമ്പർ. തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അതായത് LSTD തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞത് പോസ്റ്റ് ഉള്ളത് എന്ന് ഓർക്കുക. ഇനി തൊട്ട് മുന്നേ നടന്ന എക്സാം, ഈ പോസ്റ്റിന് തൊട്ട് മുന്നേ നടന്ന എക്സാമിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് റാങ്ക് ഹോൾഡർക്ക് കിട്ടിയ മാർക്ക് 56 മാർക്കാണ്. ഫസ്റ്റ് റാങ്ക് ഹോൾഡർക്ക് കഴിഞ്ഞ തവണ ഈ എക്സാം നടത്തിയപ്പോൾ കിട്ടിയത്. കട്ട് ഓഫ് മാർക്ക് 30 മാർക്കായിരുന്നു കട്ട് ഓഫ്. അതിന്റെ മെയിൻ ലിസ്റ്റിൽ 512 ഉദ്യോഗാർത്ഥികളാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. സപ്ലിമെന്ററി ലിസ്റ്റ് ഉൾപ്പെടെ അല്ല, മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് 512 ആൾക്കാരാണ്. ഈ 56 മാർക്ക് നിങ്ങൾ ഇപ്പം കണ്ട് അതനുസരിച്ച് പഠിച്ചിട്ട് കാര്യമില്ല. കാര്യം പഴയ കാലഘട്ടത്തിലെ കോമ്പറ്റീഷൻ അല്ല ഇപ്പോഴത്തെ കോമ്പറ്റീഷൻ. ഏകദേശം നിങ്ങൾക്ക് അറിയാം PWD ഇറിഗേഷൻ ഒക്കെ ഗ്രേഡ് 3യുടെ കട്ട് ഓഫ് മാർക്ക് എത്രയാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏകദേശം നല്ല ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന 56 മാർക്ക് ആയിരിക്കില്ല നമ്മൾ ഈ പറയപ്പെടുന്ന ഇനി വരാൻ പോകുന്ന എക്സാമിന്റെ കട്ട് ഓഫ് മാർക്ക് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ കോമ്പറ്റീഷൻ വരുന്ന ഒരു എക്സാം ആണ് ഈ പറയപ്പെടുന്ന LSTD ഗ്രേഡ് 2 എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പഴയ കട്ട് ഓഫ് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി കഴിഞ്ഞ തവണത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എത്ര പേരെ എടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. കഴിഞ്ഞ തവണത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എടുത്ത ആൾക്കാരുടെ എണ്ണമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. അതിനകത്ത് LSTD, GCDA എല്ലാം കൂടെ ചേർത്തിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ആയിരുന്നു. അപ്പൊ അതിനകത്ത് ഓപ്പൺ കാറ്റഗറിയിൽ 512 പേരെയാണ് ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 509ാമത്തെ റാങ്കുകാർ വരെയുള്ളവർക്ക് ഓപ്പൺ കാറ്റഗറിയിൽ അപ്പോയിന്റ്മെന്റ് പോയിട്ടുണ്ട്, അഡ്വൈസ് പോയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. മൊത്തം 477 പേരെയാണ് ടോട്ടൽ അഡ്വൈസ് ചെയ്തിരിക്കുന്നത്. ഈ 477 പേരും ഈ ഗ്രേഡ് 2-ൽ ജോയിൻ ചെയ്തവരാണെന്നല്ല പറയുന്നത്. 477 അഡ്വൈസ് പോയിട്ടുണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓപ്പൺ കാറ്റഗറിയിൽ 512 റാങ്ക് വരെ ഉണ്ടായിരുന്നു. അതിനകത്ത് ഓപ്പൺ കാറ്റഗറി 509ാമത്തെ ആൾക്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഈ കാണുന്നതെല്ലാം സപ്ലിമെന്ററിയിലുള്ള റാങ്കുകാരാണ്. ഇപ്പം SC/ST 42, ST വരുമ്പോൾ 11, മുസ്ലിം വരുമ്പോഴത്തേക്ക് സപ്ലിമെന്ററി ലിസ്റ്റിൽ 12. ഇത് SL മീൻസ് സപ്ലിമെന്ററി ലിസ്റ്റ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. സപ്ലിമെന്ററി ലിസ്റ്റിൽ 13 ആണ് LCയുടെ അവസാനം അഡ്വൈസ് പോയ റാങ്ക്. ഇപ്പൊ ഈ കാണുന്നതാണ് സപ്ലിമെന്ററി ലിസ്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. ഇത് 509 ഓപ്പൺ കാറ്റഗറിയിലെ 509ാമത്തെ റാങ്കുകാരന് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. മൊത്തം 512 പേരായിരുന്നു ഓപ്പൺ കാറ്റഗറിയിൽ ഉള്ളത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഗ്രേഡ് 2-ന്റെ കഴിഞ്ഞ തവണ നടന്ന എക്സാമിന്റെ കാര്യങ്ങൾ. കഴിഞ്ഞ തവണത്തെ അപ്പോയിന്റ്മെന്റും അഡ്വൈസും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പൊ നമുക്ക് 477 ആണ് കഴിഞ്ഞ വട്ടം നടന്നതെന്ന് ഓർമ്മയുണ്ട്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്തത് PWD ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഓവർസിയർ ഗ്രേഡ് 2 ഇപ്പൊ നിലവിൽ ഉള്ളതാണ്. 207/2020 ആണ് അതിന്റെ കാറ്റഗറി നമ്പർ. ഇപ്പൊ നിലവിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ ഇത് അപ്ലൈ ചെയ്യാൻ ഒക്കും. അപ്പൊ അതിന്റെ ക്വാളിഫിക്കേഷനും ITI ആണ്. ഹയർ ക്വാളിഫിക്കേഷൻ ആണ് ഡിപ്ലോമയും ബിടെക്കും എംടെക്കും ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ ഒക്കും. ഇതും സാലറി സ്കെയിൽ സെയിം തന്നെയാണ്. 22,200 മുതൽ 48,000 വരെയാണ് അതിന്റെ സാലറി സ്കെയിൽ വരുന്നത്. അതിന്റെ വേക്കൻസീസ് നോട്ടിഫിക്കേഷൻ അത് കൊടുത്തിട്ടില്ല, ആന്റിസിപ്പേറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ നമുക്ക് നോക്കിയാലോ. കഴിഞ്ഞ തവണത്തത് ഫസ്റ്റ് റാങ്ക് ഹോൾഡർ കിട്ടിയത് 72.33. ഏകദേശം ഇതാണ് ഇപ്പോഴത്തെ ഒരു റേഞ്ച്. അതായത് ഇപ്പൊ നമുക്കറിയാം PWD ഇറിഗേഷൻ ഗ്രേഡ് 3യുടെ, ഹാർബർ എഞ്ചിനീയറിംഗ് ഗ്രേഡ് 3യുടെ ഒക്കെ കട്ട് ഓഫ് ഒരു 75 ഒക്കെ ആയിരുന്നു വന്നിരുന്നത്. അപ്പൊ അതേപോലെ തന്നെ അതിലും കഴിഞ്ഞ തവണ നടന്നതിനകത്തും 72.33 ആണ് കട്ട് ഓഫ് ആയിട്ട് വന്നത്. സോറി, ഹയസ്റ്റ് മാർക്ക് വന്നത്. ഇതായിരിക്കും ഈ വട്ടത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് ആയിട്ട് വരാൻ പോകുന്നതൊക്കെ ഏകദേശം ഈ പറയപ്പെടുന്ന മാർക്കൊക്കെ ആയിരിക്കും. അപ്പൊ അത് മനസ്സിലാക്കി തന്നെ പഠിക്കണം, അത്രമാത്രം കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. കഴിഞ്ഞ തവണത്തെ റാങ്ക് ഹോൾഡർ 72.33 മാർക്ക്, കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് മാർക്ക് 28.67 ആണ്. 28.67 ആണ് കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത്. 1925 പേരായിരുന്നു മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 1925 ആണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം.
അപ്പൊ അതിനകത്ത് അഡ്വൈസ് എത്ര വരെ പോയി നോക്കാം. അഡ്വൈസ് 1044 അഡ്വൈസ് ആണ് നമ്മുടെ PWD ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലായിട്ട് പോയത്. ഈ 1044 പേരും ജോയിൻ ചെയ്ത് നല്ല അർത്ഥം. അഡ്വൈസ് 1047 എണ്ണം പോയിട്ടുണ്ട്. അതിനകത്ത് ഓപ്പൺ കാറ്റഗറിയിൽ 972ാമത്തെ റാങ്കുകാരൻ വരെ അപ്പോയിന്റ്മെന്റ് പോയിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ സപ്ലിമെന്ററി ലിസ്റ്റിലുള്ള റാങ്ക് ആണ്. ഈഴവ 975, SC 1307, ST സപ്ലിമെന്ററി ലിസ്റ്റിൽ 33, മുസ്ലിം 1168, അങ്ങനെയാണ് ഇങ്ങനെ പോകുന്നതാണ് സപ്ലിമെന്ററി ലിസ്റ്റിന്റെ. ഓപ്പൺ കാറ്റഗറിയിൽ 972ാമത്തെ റാങ്കുകാരനാണ് അഡ്വൈസ് പോയിട്ടുണ്ട്. 1044 അഡ്വൈസ് ആണ് PWD ഇറിഗേഷൻ ഗ്രേഡ് 2വിനകത്ത് കഴിഞ്ഞ തവണ നടന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലായി, ഇപ്പം കുറെ എക്സാംസ് കോമൺ ആയിട്ട് എക്സാംസ് ആണ് നടത്താറുള്ളത് PSC. പ്രത്യേകിച്ച് സിവിലിന്റെ ഓവർസിയർ എക്സാം എല്ലാം കോമൺ ആയിട്ടാണ് ഇപ്പൊ നടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ LSTDക്കും ഇറിഗേഷനും PWDക്കും ഒറ്റ എക്സാം ആവാനാണ് ചാൻസ് കൂടുതൽ. ഒരു 95% ഈ 3 ഡിപ്പാർട്ട്മെന്റിലേക്കും ഒറ്റ എക്സാം ആയിട്ടാണ് നടക്കാൻ സാധ്യത. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു നല്ല വേക്കൻസി വരുന്നത് ഈ 3ന്റെ വേക്കൻസി ചേർത്തുള്ള റാങ്ക് ലിസ്റ്റ് ഒക്കെയാണ് വരാൻ പോകുന്നത്. അപ്പൊ അതനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഇപ്പോഴേ തുടങ്ങുക. കോമ്പറ്റീഷൻ ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഒരു 75 മാർക്കിന് മേളിലുണ്ടെങ്കിൽ മാത്രമേ കട്ട് ഓഫ് കടക്കാൻ പോലും ഒക്കത്തുള്ളൂ. അപ്പൊ 75 ഉള്ളതുകൊണ്ട് മാത്രം നമുക്ക് ജോലി കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അതിൽ കൂടുതൽ മേലോട്ട് വന്നാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് അഡ്വൈസ് കിട്ടി ജോലിക്ക് കയറാൻ ഒക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഗ്രേഡ് 2ന്റെ എക്സാം മിക്കവാറും ഒരു 99% അത് കോമൺ എക്സാം ആയിരിക്കും എന്നുള്ളത് ഓർത്തിരിക്കുക. ഗ്രേഡ് 2 എന്താ PWD ഇറിഗേഷൻ LSTD 3 പേർക്കും കോമൺ എക്സാം ആയിരിക്കും. ഇനി അടുത്തത് ഇപ്പൊ നിലവിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ മറ്റൊരു പോസ്റ്റ് ആണ് കാറ്റഗറി നമ്പർ 213/2020 കേരള ലൈവ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെന്റ് ബോർഡിനകത്ത് ജൂനിയർ ഓവർസിയർ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ആണുള്ളത്. താരതമ്യേന ചെറിയൊരു വേക്കൻസി വരുന്ന ഒരു പോസ്റ്റ് ആണ്. അതിന്റെ യോഗ്യത വരുന്നത് ക്വാളിഫിക്കേഷനിൽ NDC ഡ്രാഫ്റ്റ് മാൻ സിവിൽ വിത്ത് 2 ഇയർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഡിപ്ലോമ, ബിടെക്, MTech ഉള്ളവർക്കെല്ലാം അപ്ലൈ ചെയ്യാം. ഡ്രാഫ്റ്റ് മാൻ സിവിൽ ഉള്ളവർ 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ ഒക്കത്തുള്ളൂ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അകത്തുണ്ട്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ ഫോർമാറ്റ് എല്ലാം അതിനകത്തുണ്ട്. സാലറി 19,000 മുതൽ 43,600 വരെയാണ് സാലറി സ്കെയിൽ വരുന്നത്. 4 വേക്കൻസിയാണ് നോട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. ഏകദേശം ആ ഒരു റേഞ്ച് വേക്കൻസിയാണ് കഴിഞ്ഞ തവണയും ജൂനിയർ ഓവർസിയറിനകത്ത് എടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം. ജൂനിയർ ഓവർസിയറിന് മൊത്തത്തിൽ കഴിഞ്ഞ തവണ 6 വേക്കൻസിയാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. അതിനകത്ത് ഓപ്പൺ കാറ്റഗറിക്കകത്ത് 4 പേരെ ഉള്ളായിരുന്നു. ആ 4 പേർക്കും അഡ്വൈസ് പോയി. പിന്നെ സപ്ലിമെന്ററിയിൽ SCയിൽ നിന്ന് സപ്ലിമെന്ററി ലിസ്റ്റ് 2ാമത്തെ റാങ്കുകാരനും അഡ്വൈസ് പോയിട്ടുണ്ട്. ഇത് താരതമ്യേന ചെറിയ ഡിപ്പാർട്ട്മെന്റ്, ചെറിയ ഒരു വേക്കൻസി വരുന്ന ഒരു പോസ്റ്റാണ്. അപ്പൊ നിലവിൽ നിങ്ങൾക്ക് പ്രൊഫൈലിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റാണിത്. ഇനി കാറ്റഗറി നമ്പർ 191/2020 എഞ്ചിനീയറിംഗ് കോളേജിലുള്ള ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1, അതായത് ഏകദേശം ഒരു വർക്ക്ഷോപ്പ് സൂപ്രണ്ട് പോലെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 എന്ന് പറയുന്നത്. അത്യാവശ്യം ടീച്ചിങ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം റിസ്ക് കുറവുള്ള ഒരു മേഖലയാണ് ഈ പറയപ്പെടുന്ന. മറ്റുള്ള മേഖല അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത്രമാത്രം റിസ്ക് കൂടുതലുള്ളതൊന്നും അല്ല ഈ പറയപ്പെടുന്ന പോസ്റ്റ്. AICT സ്കെയിൽ ആണെന്നുള്ള ഓർത്തിരിക്കുക. 39,500 മുതൽ 83,000 രൂപ വരെയാണ് ഇതിന്റെ സാലറി ആയിട്ട് വരുന്നത്. വേക്കൻസി 4 എണ്ണമേ ഉള്ളൂ. കാര്യം 4 എണ്ണം ഉള്ളൂ എന്നുള്ള പറഞ്ഞ് നിങ്ങൾ തിരസ്കരിക്കേണ്ട കാര്യമില്ല. കാര്യം നമുക്കൊരു വേക്കൻസിയുടെ ആവശ്യമുള്ളൂ, ഒരാൾക്ക് ഒരു വേക്കൻസിയുടെ ആവശ്യമുള്ളൂ. അപ്പൊ ഈ 4-ൽ 1 കയറി പോകാൻ ശ്രമിക്കുക. അത്രമാത്രം നല്ലൊരു പോസ്റ്റ് ആണ്. നല്ല സാലറി പാക്കേജോടുകൂടി ബിടെക് കഴിഞ്ഞ ഒരാൾക്ക് കിട്ടാൻ പറ്റുന്ന നല്ലൊരു സാലറിയാണ്. പോളി ലെക്ചറിന്റെ ഒക്കെ ഏകദേശം അതേപോലെ വരുന്ന സാലറിയാണ് ഈ പറയപ്പെടുന്നത്. അപ്പൊ ഇതാണ് ഇപ്പം നിലവിൽ നിങ്ങൾക്കുള്ള 4 നോട്ടിഫിക്കേഷൻസ്. ഇനി തൊട്ട് മുന്നേ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ ആണ് പറയാം. തൊട്ട് മുന്നേ കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ ആണ്, നിങ്ങളെല്ലാം അപ്ലൈ ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓവർസിയർ ഗ്രേഡ് 1 LSTD ഡിപ്പാർട്ട്മെന്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഓവർസിയർ ഗ്രേഡ് 1 ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ള എക്സാം ആണത്. ബിടെക് MTech ഉള്ളവർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ നോക്കുന്ന പോസ്റ്റ് ആണ്. 26,500 മുതൽ 56,700 വരെയാണ് അതിന്റെ സാലറി സ്കെയിൽ വരുന്നത്. നോട്ടിഫിക്കേഷൻ സമയത്ത്, നോട്ടിഫിക്കേഷൻ ഇറങ്ങിയത് നമുക്കറിയാം നവംബർ മാസം അവസാനത്തോടുകൂടിയാണ്, നവംബർ മാസത്തിലാണ് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയത്. 26 വേക്കൻസിയാണ് അതിനകത്ത് നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ നടന്ന എക്സാമിന്റെ ഡീറ്റെയിൽ നോക്കിയാൽ ഇതിന് നമുക്കറിയാം ഡിപ്ലോമ ലെവൽ പോസ്റ്റ് ആണ്. ഗ്രേഡ് 1 ആയതുകൊണ്ട് തന്നെ ഒരു എക്സാമും ഒരു ഇന്റർവ്യൂയും കാണും. അപ്പം അത് നിങ്ങൾ അതിന്റെ 2ന്റെ മാർക്ക് 100-ലാക്കിയിട്ടാണ് റാങ്ക് ലിസ്റ്റ് ഇടാറുള്ളത്. അപ്പൊ അതിനകത്ത് 77 മാർക്കാണ് ടോപ്പായിട്ട് റിട്ടൺ എക്സാമിൽ കിട്ടിയിരിക്കുന്നത്. കൂടാതെ 13 മാർക്ക് ഇന്റർവ്യൂ ഉൾപ്പെടെ ഉള്ള റാങ്ക് ലിസ്റ്റ് ആണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പം ടോപ്പ് മാർക്ക് 77 ആണ്. കട്ട് ഓഫ് 49.67 ആണ് ഗ്രേഡ് 1ന്റെ കട്ട് ഓഫ് ആയിട്ട് കഴിഞ്ഞ വട്ടം ഇട്ടിരുന്നത്. തൊട്ട് മുന്നേ ക്യാൻസൽ ആയിട്ടുള്ള ലിസ്റ്റ് ആണ്. അതിനകത്ത് 49.67 കട്ട് ഓഫും മാക്സിമം കിട്ടിയ മാർക്ക് 77 മാർക്കാണെന്ന് ഓർത്തിരിക്കുക. ഇതിന് ചെറിയൊരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ അതിന്റെ മാർക്ക് ചേർത്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് ഇടുന്നത്. മെയിൻ ലിസ്റ്റിൽ 571 കാൻഡിഡേറ്റ്സ് ആണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 571. ഇനി അതിനകത്ത് നടന്ന അപ്പോയിന്റ്മെന്റിനെ പറ്റി നോക്കുവാണെങ്കിൽ അതിനകത്ത് പോയിരിക്കുന്ന ടോട്ടൽ 693 ആണ് അതിനകത്ത് അഡ്വൈസ് നടന്നിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ലിസ്റ്റ് നിലവിൽ നിന്ന സമയത്ത് തന്നെയാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ട് PWD ഇറിഗേഷൻ, കേരള വാട്ടർ അതോറിറ്റി,
LSTD മുതലായ കുറെ റാങ്ക് ലിസ്റ്റുകൾ നിലവിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതിനകത്ത് വന്നിരിക്കുന്ന ആൾക്കാരെല്ലാം കോമൺ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആയതുകൊണ്ട് തന്നെ അഡ്വൈസ് കുറച്ച് കൂടുതൽ പോയിട്ടുണ്ട്. 693 അഡ്വൈസ് ആണ് ഇതിനകത്ത് പോയിരിക്കുന്നത്. അതിനകത്ത് ഓപ്പൺ കാറ്റഗറിയിൽ 570ാമത്തെ റാങ്കുകാരൻ വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. മൊത്തത്തിലുള്ള ആൾക്കാരുടെ എണ്ണം ഓർമ്മയുണ്ടോ? മൊത്തത്തിലുള്ള ആൾക്കാരുടെ എണ്ണം 571 ആണ്. അതിനകത്ത് 570 എന്ന് പറഞ്ഞ ഓപ്പൺ കാറ്റഗറി റാങ്കുകാരൻ വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. പിന്നീട് 571 റാങ്കുകാരൻ ഈഴവയായിട്ട് കയറിയിട്ടുണ്ട്. പിന്നീട് ഇതെല്ലാം ഈ പറയപ്പെടുന്നതെല്ലാം സപ്ലിമെന്ററി ലിസ്റ്റിന്റെ റാങ്കുകളാണ് ഈ കാണുന്നതെല്ലാം. ഇതാണ് LSTD ഗ്രേഡ് 1. അപ്പൊ നിങ്ങൾക്ക് നോക്കി എത്രമാത്രം അഡ്വൈസ് ആണ് ഇതിനകത്ത് പോകുന്നത് എന്നുള്ള കാര്യം. അതേപോലെ തന്നെ അടുത്ത തൊട്ട് മുന്നേ വന്ന വേക്കൻസിയാണ് 125/2020 കാറ്റഗറി നമ്പർ ഉള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ. അതും LSTD ഡിപ്പാർട്ട്മെന്റിലെയാണ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്. അപ്പൊ അതിനകത്ത് സാലറി സ്കെയിൽ 39,500 ടു 83,000 രൂപ. ഒരു ബിടെക്കാരന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ല പോസ്റ്റുകളിൽ ഒന്നാണ് AE പോസ്റ്റ് എന്ന് പറയുന്നത്. ലെക്ചർ പോസ്റ്റ് പോലെ തന്നെ നല്ല ഡയറക്റ്റ് കയറാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ്. ബിടെക് MTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ബിടെക് ആണ് അതിന്റെ യോഗ്യത. ബിടെക്കിന്റെ ബിടെക്കിന്റെ ആവശ്യമുള്ളൂ. MTech എടുക്കുന്നവർ എല്ലാവരും ബിടെക് ഉള്ളവരായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ബിടെക് യോഗ്യത ഉള്ളതാണ്. 39,500 മുതൽ 83,000 വരെയാണ് അതിന്റെ സാലറി വരുന്നത്. വേക്കൻസി നോട്ടിഫിക്കേഷൻ അത് 41 ആണ്. അപ്പൊ 41 വേക്കൻസി അല്ല യഥാർത്ഥത്തിലുള്ളത്. അതിനകത്ത് അത്യാവശ്യം പുതിയ RT പ്രകാരം ഏകദേശം 84ഓളം വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി പ്രൊമോഷൻ കാര്യങ്ങളെ പറ്റി നമുക്കറിയില്ല. അപ്പൊ അത് കഴിഞ്ഞാൽ ഏകദേശം എന്തായാലും നല്ലൊരു വേക്കൻസി വരുന്ന ഒരു പോസ്റ്റ് ആണ്. 1296 വേക്കൻസിയോളം 1296 ആണ് അതിന്റെ മൊത്തത്തിലുള്ള AE-മാരുടെ സാങ്ഷൻഡ് നമ്പർ. അപ്പൊ അതിനകത്ത് വേക്കൻസി കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്ക് പ്രൊമോഷൻ നടക്കുകയാണ്. അതിന് ശേഷം നമുക്ക് RT എടുത്തിട്ട് അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിലവിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം 41 വേക്കൻസിയാണ് അതിനകത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ നടന്ന എക്സാം നമുക്ക് അറിയുന്ന പോലെ തന്നെ PWD ഇറിഗേഷൻ LSTDക്ക് ഒറ്റ റാങ്ക് ലിസ്റ്റ് ആയിരുന്നു, ഒറ്റ എക്സാം ആയിരുന്നു. അതിന് റാങ്ക് ലിസ്റ്റ് 3 ഒറ്റ എക്സാം ആയിരുന്നു. അപ്പം PWD ഇറിഗേഷൻ റാങ്ക് ലിസ്റ്റും LSTDക്ക് മറ്റൊരു റാങ്ക് ലിസ്റ്റും ആയിരുന്നു. അപ്പം PWD ഇറിഗേഷന്റെ പ്രിഫർ ചെയ്തത് മൂലം തന്നെ ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ LSTDക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. LSTDയുടെ ഫസ്റ്റ് റാങ്ക് മാർക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചറിയാം, 83 മാർക്കാണ് ഫസ്റ്റ് റാങ്ക് ഹോൾഡർക്ക് കിട്ടിയിരിക്കുന്നത്. എഴുതി മേടിച്ച മാർക്കാണ് 53, 12 മാർക്ക് ഇന്റർവ്യൂവിനുണ്ട്. അപ്പം മൊത്തത്തിൽ 95 മാർക്കാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്ക്. നമ്മുടെ PSCയുടെ സൈറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം 83 മാർക്കാണ് ടോപ്പ് മാർക്ക്. ഈ ഡീറ്റെയിൽസ് എല്ലാം PSC സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. എല്ലാം അറിയുന്നത് തന്നെയാണ് ഇതെല്ലാം. കട്ട് ഓഫ് മാർക്ക് 46.67 ആണ്. മെയിൻ ലിസ്റ്റിലുള്ള കാൻഡിഡേറ്റ്സ് 559 ആയിരുന്നു. 559 പേരാണ് മെയിൻ ലിസ്റ്റിനകത്തുള്ള കാൻഡിഡേറ്റ്സിന്റെ എണ്ണം. ഇനി നമുക്ക് നോക്കാം എത്രമാത്രം അതിനകത്ത് അപ്പോയിന്റ്മെന്റ് ആണ്. LSTDയും GCDയും ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഇപ്പൊ രണ്ടിനെയും കൂടെ ചേർത്തിട്ടാണ് റാങ്ക് ലിസ്റ്റ് വന്നിരുന്നത്. 618 അഡ്വൈസ് ആണ് ഇതിനകത്ത് പോയിരുന്നത്. 618. ഈ 618 അഡ്വൈസ് ഇത്രയും അഡ്വൈസ് കൂടാനുള്ള കാര്യം 618 വേക്കൻസി ഉള്ളതുകൊണ്ടൊന്നുമല്ല. കാര്യം ഇതിനകത്ത് ആദ്യം കിട്ടുന്നവർ പിന്നീട് PWലോട്ട് മാറിക്കൊണ്ടിരുന്നത്, PWD ഇറിഗേഷനിലോട്ട് മാറിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് ഇതിനകത്ത് എത്രമാത്രം അഡ്വൈസ് പോയത്. 618 വരെ എടുത്തു എന്നല്ല ഇതിനർത്ഥം. 618 അഡ്വൈസ് ആണ് പോയത്. അതിനകത്ത് കോമൺ എക്സാം ആയതുകൊണ്ട് തന്നെ ഈ സെയിം റാങ്ക് ലിസ്റ്റിലുള്ളവർ PWD റാങ്ക് ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ആ സമയത്ത് തന്നെയാണ് കേരള വാട്ടർ അതോറിറ്റി നടത്തിയ എക്സാം. ഏകദേശം സിവിൽ കാൻഡിഡേറ്റ്സ് കൂടുതലും പ്രിഫർ ചെയ്തത് LSTDയും PWD ഇറിഗേഷൻ ആയതുകൊണ്ട് തന്നെ വാട്ടർ അതോറിറ്റി കിട്ടിയവരും അങ്ങോട്ട് മാറി പോയിട്ടുണ്ട്. അതുകൊണ്ട് വാട്ടർ അതോറിറ്റിയിൽ കഴിഞ്ഞ തവണ കൂടുതലും മെക്കാനിക്കൽ കെമിക്കലുകാരാണ് കൂടുതലും കയറിയിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര നമ്പർ ഓഫ് അഡ്വൈസ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഓപ്പൺ കാറ്റഗറിയിൽ 559ാമത്തെ റാങ്കുകാരൻ വരെ അപ്പോയിന്റ്മെന്റ് പോയിട്ടുണ്ട്. ബാക്കി വരുന്ന സപ്ലിമെന്ററി ലിസ്റ്റ് നോക്കിയോ. സപ്ലിമെന്ററി ലിസ്റ്റിൽ 48ാമത്തെ റാങ്കുകാരൻ വരെ പോയിട്ടുണ്ട്. SC സപ്ലിമെന്ററി ലിസ്റ്റില് ST 13, LCക്കകത്ത് 16ാമത്തെ സപ്ലിമെന്ററി ലിസ്റ്റ് വരെ പോയിട്ടുണ്ട്. OBC 556ാമത്തെ റാങ്കാണ്. ഇതാണ് നമ്മുടെ സപ്ലിമെന്ററി ലിസ്റ്റിന്റെ ഏകദേശം അപ്പോയിന്റ്മെന്റ് പോയിരിക്കുന്നവരുടെ ലിസ്റ്റ്. ഓക്കെ, 618 ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത്. ഓപ്പൺ കാറ്റഗറി 559ാമത്തെ റാങ്കുകാരൻ വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. അതിന്റെ റാങ്ക് ലിസ്റ്റ് ഒക്കെ നിലവിൽ ക്യാൻസൽ ആയതാണ്. അപ്പൊ നമ്മൾ വിന്നേഴ്സ് അക്കാഡമി ഇതിന്റെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ SSCGIയുടെ ബാച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ തന്നെ LSTD AEക്ക് ഓവർസിയർ എന്നൊരു ബാച്ച് കറന്റ് റണ്ണിങ് ആണ്. നമ്മുടെ ക്ലാസ്സുകളെല്ലാം സൂമിനകത്ത് ലൈവാണ് ക്ലാസ്സുകൾ പോകുന്നത്. കൂടാതെ റെക്കോർഡിംഗ് സെഷൻസ് നമ്മൾ കാൻഡിഡേറ്റ്സിന് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് റെക്കോർഡിംഗ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ നോട്ടുകളും എല്ലാ ആഴ്ചയും മോക്ക് ടെസ്റ്റുകളും നടക്കുന്നുണ്ട്. ഇതിന്റെ ഫീസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ഏകദേശം അഫോർഡബിൾ ഫീസ് ആയിട്ട് വളരെ കുറഞ്ഞ ഫീസിലാണ് ക്ലാസ്സുകളെല്ലാം ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. ഒരു AE ബാച്ച് പോകുന്നുണ്ട്. AE ബാച്ച് പ്ലസ് ഗ്രേഡ് 1ന്റെ ബാച്ച് ഒരുമിച്ചാണ്. കൂടാതെ തന്നെ ഗ്രേഡ് 2 ഗ്രേഡ് 3ക്ക് വേണ്ടിയിട്ട് മറ്റൊരു ബാച്ച് നമ്മളിപ്പം കറന്റ് റണ്ണിങ് ആണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് സിവിലിന്റെ കോഴ്സുകളാണ് ഈ കാണുന്നത്. കൂടാതെ നമുക്ക് മെക്കാനിക്കലിന്റെ കോഴ്സുകളും റണ്ണിങ് ആണ്.
കേരള വാട്ടർ അതോറിറ്റി ഓപ്പറേറ്റർ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ നിലവിൽ നിൽക്കുന്നതാണ്. അപ്പൊ അതിന്റെ ക്ലാസ്സുകൾ നമ്മൾ ഡിസംബർ 20 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന്റെ കാറ്റഗറി നമ്പർ 213/2020. അപ്പം മെക്കാനിക്കൽ കാൻഡിഡേറ്റ്സ് ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് ഗ്രേഡ് 1 ക്ലാസ്സുകൾ നമ്മൾ നടക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന മറ്റൊരു പ്രതീക്ഷിക്കുന്ന നോട്ടിഫിക്കേഷൻ ആണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞിട്ട്. ഇതെല്ലാം കോമൺ ആയിട്ടുള്ള സിലബസ് ആണ്, ഏകദേശം ഡിപ്ലോമ സിലബസ് ആണ് ഈ പറഞ്ഞതിനെല്ലാം. അപ്പൊ ഈ ക്ലാസ്സുകളെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കൂടാതെ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവർക്ക് എക്സാം എഴുതുന്നവരോ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയിലേക്ക് നമുക്ക് കാണുന്നതിന് വരെ തൽക്കാലം ഗുഡ് ബൈ.